അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നതാണ് അമ്മയുടെ രോഗസൗഖ്യം. അമ്മയ്ക്ക് വളരെ കാലങ്ങളായി വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടും കാലിന് മുട്ടിൽ നടക്കാൻ പോലും വളരെ പ്രയാസമായിരുന്നു. എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ സഹോദരന് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുവാനോ കുഞ്ഞുങ്ങളാകുവാനോ ഉള്ള കൃപയില്ലായിരുന്നു. ഈ 2 കാര്യം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി. ഈ മാർച്ച് 9-ാം തീയതി എൻ്റെ നാത്തൂനൊരു പെൺകുഞ്ഞിനെ, ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ ജന്മം കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു കാര്യം വെച്ചിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 2010-ലായിരുന്നു വിവാഹം. 12-ൽ ഞങ്ങളൊരു ധ്യാനം കൂടാൻ പോയപ്പോൾ ഒരു അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, ബാർ ഹോട്ടലിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്, ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത്, എന്നാലും ചോദിച്ചു ബാറിലെ ജോലി നിനക്കൊന്ന് മതിയാക്കി കൂടെ എന്ന് ചോദിച്ചു. അന്ന് തൊട്ട് ഞാൻ എന്തോ എൻ്റെ മനസ്സിലതൊരു കരടായിട്ട് കിടന്നു. ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈ ജോലി ഒന്ന് മാറിക്കിട്ടണം, അവിടെ നിന്ന് ജോലി മാറിക്കിട്ടണമെന്ന്. ഇത്ര ആയില്ല. ഇവിടെ വന്നപ്പം ഇത് ഒരിക്കലും നടക്കാത്തൊരു പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് ഇവിടെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കാമെന്നോർത്തു. എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനതിവിടെ വെച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു പുതിയതായിട്ട് നടന്ന റെസ്റ്റോറൻ്റാണ്, അത് ഓപ്പണാക്കി തരണം. അതിന് ഇനി അത് നഷ്ടമാണെങ്കിൽ പോലും തനിക്ക് 1 വർഷത്തേനുള്ള സാലറി അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം, തന്നെ അവിടെ വന്നേ പറ്റുള്ളെന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ചു. ഒരിക്കൽ പോലും 10 വർഷമായിട്ട് മാറാതിരുന്ന പുള്ളി പെട്ടെന്ന് തന്നെ ഇവിടെ ഞാനൊരു ഉടമ്പടി എഴുതി വെച്ചു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അതിൽ വന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ ഞങ്ങൾ തന്നു. ചെറിയ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതെല്ലാം ഇവിടെ പറയാൻ പോയാൽ സമയം ഒത്തിരിയാവും. ഈ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ പറയുന്നു.